ഈ ഇരിക്കുന്ന കുഞ്ഞൊരാളെ നോക്കിയേ, വാട്ടർമെലൺ ആണ് കേട്ടോ. ജാനുവരി മാസത്തിൽ ഞാൻ ഒരുപാട് വാട്ടർമെലന്റെ തൈകളൊക്കെ നട്ടിരുന്നു. പക്ഷെ എല്ലാം എന്റെ പൂച്ചക്കുഞ്ഞുങ്ങൾ നശിപ്പിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ചെടി മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതിലാണെങ്കിൽ കായകളും ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ മൈൻഡ് ചെയ്യാതിട്ടിരിക്കുമായിരുന്നു ഈ ചെടി. ഈ ചെടിയുടെ ഇലകൾക്കാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വന്ന് ഒരുപാട് ഇലകളും കമ്പുകളൊക്കെ പോയിരുന്നു കേട്ടോ. വാട്ടർമെലൻ ഹാർവെസ്റ്റ് ചെയ്യാൻ പാകമാകുമ്പോഴേക്കും ഇതിന്റെ ഈ ടെൻഡ്രിൽ ഉണ്ടല്ലോ, ദേ ഈ കാണുന്നത്, അത് ഉണങ്ങി തുടങ്ങും. അപ്പോഴാണ് കേട്ടോ വിളവെടുക്കാൻ പാകമായി എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അതെന്തായാലും ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഇന്ന് തന്നെ ഹാർവെസ്റ്റ് ചെയ്യുവാണ്. ജാനുവരി മാസത്തിൽ 4 ടൈപ്പ് വാട്ടർമെലന്റെ വിത്തുകളാണ് ഞാൻ പാകിയിരുന്നത്. ബാക്കിയെല്ലാം എൻ്റെ പൂച്ചക്കുട്ടന്മാര് ബാഗിൽ പോയിരുന്ന കാര്യം സാധിച്ച് എല്ലാം ഉണങ്ങിപ്പോയി. ഈ ഒരെണ്ണം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ. അത് യെല്ലോ വാട്ടർമെലൻ ആണ്, അതായത് ഉള്ളില് ഫ്ലഷ് യെല്ലോ വരുന്നത്. അപ്പോൾ ഈ യെല്ലോ വാട്ടർമെലൻ ഞാൻ വിളവെടുക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ചെടിയെ ഞാൻ മൈൻഡ് ചെയ്യാൻ തന്നെ ഇട്ടിരിക്കുകയായിരുന്നെന്ന്. അതുകൊണ്ട് ഇതിൽ ഞാൻ വളമൊന്നും ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നില്ല. ഇതിൽ കായ പിടിച്ച് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതും ഇല്ല കേട്ടോ. പക്ഷെ കായ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വളമൊക്കെ ഇട്ട് തുടങ്ങിയത്. എന്നാലും വലിയ ഗുണം ഉണ്ടായില്ല. കായ അധികം സൈസ് ഒന്നും വെച്ചില്ല കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു പാട് ഇത് കണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഹാർവെസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ ആ ടെൻഡറിൽ മുഴുവനായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഹാർവെസ്റ്റ് ചെയ്യുള്ളായിരുന്നു. അപ്പോഴേതാണ് എൻ്റെ കുഞ്ഞൻ വാട്ടർമെലൻ. എൻ്റെ ഉള്ളം കൈയുടെ അത്ര ഉള്ളൂ കേട്ടോ ആള്. എന്തായാലും ഇപ്പോൾ ഇത് ഉണ്ടാകുമെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് നമുക്ക് മഴക്കാലമൊക്കെ മാറിക്കഴിഞ്ഞ് ഒന്നും കൂടി കൃഷി ചെയ്യാം. ഇനി ഞാനിത് നിങ്ങൾക്ക് വേണ്ടി മുറിച്ച് കാണിക്കാം. ഞാൻ കത്തി ഒന്ന് ജസ്റ്റ് ഇറക്കിയതേ ഉള്ളൂ. അപ്പോഴേക്കും അത് നന്നായിട്ട് പൊട്ടി പോന്നിട്ടുണ്ട് കേട്ടോ. അതിനർത്ഥം കായ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ടെന്നാണ്. മുറിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഉൾവശം കണ്ടില്ലേ, എന്ത് ഭംഗിയാണ്, നല്ല മഞ്ഞ കളറ്. ടേസ്റ്റ് ടെസ്റ്റും കൂടി ചെയ്ത് നോക്കണം. നമ്മൾ ആദ്യമായിട്ട് വളർത്തിയെടുത്ത യെല്ലോ വാട്ടർമെലൻ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. ഉൾവശം കണ്ടപ്പോൾ തന്നെ എനിക്ക് അപ്പം തന്നെ കഴിച്ചു നോക്കാൻ തോന്നി. അതുകൊണ്ട് മുറിച്ച് കഴിക്കുവാണ്. നമ്മുടെ സ്വന്തം ഗാർഡനിൽ നമ്മൾ വിത്തുകൾ പാകി മുളപ്പിച്ചുണ്ടാക്കിയ ഫ്രൂട്ട്സ് ആകുമ്പോൾ അതിന് പ്രത്യേക സ്വാദ് തന്നെയാണല്ലേ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ജീവിതത്തിൽ ഇതുവരെ ഇത്രയും നല്ല വാട്ടർമെലൻ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങളും ഇതുപോലെ വളർത്തി നോക്കണം. ആഹാ, എന്ത് ഭംഗിയാ നോക്കൂ. ഇതിലും നല്ല ഭംഗിയും സൈസുമുള്ള വാട്ടർമെലനൊക്കെ നിങ്ങൾ വളർത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ ഒരു വെറൈറ്റി വളർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ടേസ്റ്റ് വൈസ് ഇത് സക്സസ് ആയിരുന്നെങ്കിലും സൈസ് വൈസ് ഇത് ഫ്ലോപ്പ് ആയിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് നല്ലവണ്ണം ഇത് വളർത്തിയെടുത്ത് ഞാൻ വീഡിയോ കാണിക്കാവേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.